എന്താ കാക്കാലഞ്ചത്തെ കുരങ്ങന്മാരെ പോലെ മൂന്നും എന്താണ്? സന്ധ്യയും മനോകൃഷ്ണയും തമ്മിലുള്ള വിവാഹം നിശ്ചയിച്ചു. ഈ മാസം 17-ാം തീയതി അവളുടെ പൂർണ്ണ സമ്മതത്തോടെ തന്നെ. കാര്യം വന്നപ്പോ അവളും കാലും അറിയും. ഈ പെണ്ണെന്ന് പറയുന്ന വർഗത്തെ വിശ്വസിക്കാനേ കൊള്ളൂല. പണ്ടാരോ പറഞ്ഞതുപോലെ ദൈവവും പെണ്ണും ഒരുപോലെയാ. അവരൊന്നിലുമില്ല, അവരില്ലാതെ ഒന്നുമില്ല. എത്രയില്ലാ തന്തയുടെ മോളല്ലേ, ആ സ്വഭാവം കാണിക്കണ്ടിരിക്കും. സാരമില്ലടോ, പെറ്റ അമ്മയോട് പോലും ആത്മാർത്ഥ ഇല്ലാത്ത കാലമാ. പിന്നെയല്ലേ പ്രേമിച്ചവനോട്? ഒക്കെ കാപട്യങ്ങളാ. മാടപ്രാവനെ പിടിച്ച് കൈ കൊടുത്താ ചോദിക്കും, അയ്യോ ഇതെന്തൊരു പക്ഷി, ഞാൻ കണ്ടിട്ടേ ഇല്ലല്ലോ ഇങ്ങനെ ഒരു ജീവിയെന്ന്. ഇനിയിപ്പോ ഹൃദയം പറിച്ചു കൊടുത്താലോ, ഇതെന്താണ് ഹലുവ പോലെ ഉണ്ടല്ലോ എന്ന് പറയും. അതാ കാലം. നീ വിളിച്ചാൽ അവൾ വരുമെങ്കിൽ എന്ത് സാഹസത്തിന് ഞങ്ങൾ തയ്യാറാ. ഇല്ല, സന്ധ്യ വരില്ല. അവളുടെ പൂർണ്ണ സമ്മതത്തോടെയാണ് വിവാഹം നിശ്ചയിക്കപ്പെട്ടത്. നിശ്ചയത്തിൽ ഞാനും ഒരു പങ്കാളിയായിരുന്നു. വരുന്ന 17-ാം തീയതി ഞായറാഴ്ച ഉച്ചയ്ക്ക് 12-നും 1 മണിക്കും മധ്യയാണ് മുഹൂർത്തം. മുരളി, കരിങ്കൽ കോട്ടകൾ തേർത്ത് ഇരുമ്പ് ചങ്ങല ഭേദിച്ചു കൊണ്ടുവരേണ്ടതല്ലോ പെണ്ണിന്റെ മനസ്സ്, ആണോ? കൊച്ചുനാളിൽ പഠിച്ച ആമയും മുയലിന്റെയും കഥ ഓർമ്മയില്ലേ? പന്തയം വെച്ചപ്പോ അമിതമായ ആത്മവിശ്വാസം കൊണ്ട് മുയൽ കിടന്നുറങ്ങിപ്പോയി. ആമ സ്വയം പ്രയത്നിച്ച് മുന്നേറി. ഇവിടെയും അതാണ് സംഭവിച്ചത്. പക്ഷേ ഫിനിഷിംഗ് പോയിന്റിൽ നമ്മൾ രണ്ടുപേരും അറിയാതെ കുറുക്ക് വഴിയിലൂടെ എത്തിയ ഒരു പുള്ളിപ്പുലി. വിധികർത്താക്കൾ അംഗീകരിക്കുന്നവനാണല്ലോ വിജയി. അവൻ തന്നെ ജയിച്ചോട്ടെ, അല്ലേ? ഒരു പെണ്ണിനെ നേടുന്നതോ നഷ്ടപ്പെടുന്നതോ ഒന്നുമല്ല ജീവിതം. നമ്മളൊക്കെ കുറച്ചുകൂടി പ്രാക്ടിക്കലാകണം. ആ, ഇതാ ബാക്കി 25,000 രൂപയുണ്ട്, വാങ്ങിക്കേ. 17-ാം തീയതി സന്ധ്യയുടെ വിവാഹം. അതേ ദിവസം തന്നെ മറ്റൊരു മുഹൂർത്തത്തിൽ മുരളിയുടെ പൗൾട്രി ഫോമിന്റെ ഉദ്ഘാടനം. ഉദ്ഘാടകൻ നമ്മുടെ പഞ്ചായത്ത് പ്രസിഡന്റ്. ഒക്കെ ഞാൻ ഫിക്സ് ചെയ്ത് കഴിഞ്ഞു. പകയും പരാതിയും ഒന്നുമില്ലാതെ കല്യാണത്തിന് മുരളിയും സുഹൃത്തുക്കളും ഉണ്ടായിരിക്കണം. അതാണ് നിങ്ങളുടെ വിജയം. കണ്ടോ ആ വയൽവരമ്പ്? സ്വയം മറന്ന് ആ വരമ്പിലൂടെ കയ്യും വീശി നടന്നാൽ മറക്കാൻ പറ്റുന്നതേ ഉള്ളടോ ഈ ഗ്രാമത്തിൽ എനിക്കും നിനക്കും നഷ്ടപ്പെട്ടതൊക്കെ. കമോൺ.